ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ പാണ്ഡവരും കൗരവരും ഗുരുകുല വിദ്യാഭ്യാസം തീർത്തിരുന്നു. ഒരു ദിവസം അസ്ത്രവിദ്യയിൽ തന്റെ ശിഷ്യന്മാരുടെ കഴിവിനെ പരീക്ഷിച്ചു നോക്കാൻ ദ്രോണർ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എല്ലാവരും ഇവിടെ വരൂ. ശരി ഗുരുദേവ. യുധിഷ്ഠിര, ഇവിടെ വരൂ. ശരി ഗുരുദേവ. ആ പക്ഷിയുടെ കണ്ണു നോക്കി ഉന്നം വയ്ക്കൂ. യുധിഷ്ഠിര, പറയൂ, എന്താണ് കാണുന്നത്? ആ പക്ഷിയെ കാണുന്നു. ശരി, നീ മാറി നിൽക്കൂ. നിനക്ക് കൂടുതൽ പരിശീലനം ആവശ്യമുണ്ട്. ഭീമ, നീ ഇവിടെ വരൂ. ആ പക്ഷിയുടെ കണ്ണിലേക്ക് ഉന്നം വയ്ക്കൂ. ശരി ഗുരുവേ. ഭീമ, പറയൂ, നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? പക്ഷി അതിന്റെ പിൻഭാഗം. നിനക്കും കൂടുതൽ പരിശീലനം ആവശ്യമുണ്ട്. അതുകൊണ്ട് പൊയ്ക്കോളൂ. ദുര്യോധന, നീയും ശ്രമിച്ചു നോക്കൂ. ശരി ഗുരുദേവ. ദുര്യോധന, നിന്റെ കണ്ണുകൾക്ക് എന്താണ് കാണുന്നത്? പറയൂ. പക്ഷി, അതിന്റെ പിൻഭാഗം, പിന്നെ കുറെ മേഘങ്ങൾ. നിന്റെ ഉന്നവും ശരിയല്ല. നിനക്ക് വളരെയേറെ പരിശീലനം ആവശ്യമാണ്. അർജുന, നീ വന്ന് ഉന്നം വയ്ക്കൂ. ആജ്ഞ പോലെ ഗുരുദേവ. പറയൂ അർജുന, നീ എന്തൊക്കെയാണ് കാണുന്നത്? പക്ഷിയുടെ കണ്ണ്, അത് മാത്രമാണ് കാണുന്നത്. അസ്ത്രം തൊടുക്കൂ. അത്ഭുതം. ശിഷ്യന്മാരെ, ഇത്രയും തീവ്രമായ ഉന്നം നിങ്ങൾക്ക് ആവശ്യമാണ്. അർജുന, നീ മഹാനായ വില്ലാളിയാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ വിജയം അർജുനന്റെ ജീവിതത്തിൽ ആരംഭം മാത്രമായിരുന്നു. അസ്ത്രവിദ്യാ പാടവം എന്നേക്കുമായി തുടർന്നുകൊണ്ടേയിരുന്നു. അർജുനൻ പല പുണ്യക്ഷേത്രങ്ങളിലേക്കും ഒരു തീർത്ഥയാത്ര നടത്തി. പോയ കൂട്ടത്തിൽ ഒരിക്കൽ രാമേശ്വരത്തിലും ചെന്നു. ശ്രീരാമനും വാനര സൈന്യവും ചേർന്ന് നിർമ്മിച്ച പാറക്കൂട്ടങ്ങളുടെ ഒരു പാലം കാണാനിടയായി. ഈ പാലം ആരാണ് നിർമ്മിച്ചത്? ഈ പാലം നിർമ്മിച്ചത് രാമനാണ്. വാനര സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ഈ പാലം നിർമ്മിച്ചത്. അസ്ത്രവിദ്യയിൽ നിപുണനായ ശ്രീരാമൻ തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് പാലം നിർമ്മിക്കാതെ എന്തിനാണ് വാനര സൈന്യത്തിന്റെ സഹായം തേടിയത്? ശ്രീരാമസ്വാമി തന്റെ അമ്പുകൾ കൊണ്ട് നിർമ്മിച്ച പാലമായിരുന്നെങ്കിൽ ഒരു സാധാരണ വാനരന്റെ ഭാരം പോലും താങ്ങാനാവാതെ തകർന്നു വീണേനെ. എന്ത്? അതീവ ശക്തനായ ശ്രീരാമന്റെ അമ്പുകൾ കൊണ്ട് നിർമ്മിച്ച പാലം കേവലം ഒരു വാനരന്റെ ഭാരത്താൽ തകർന്നു വീഴുമോ? അവിശ്വസനീയം തന്നെ. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. അങ്ങേക്ക് സാധിക്കുമെങ്കിൽ അങ്ങയുടെ അസ്ത്രങ്ങൾ കൊണ്ടൊരു പാലം നിർമ്മിക്കൂ. ആ പാലത്തിന് നിസാരനായ എന്റെ ഭാരം പോലും താങ്ങാൻ കഴിയില്ല. അഗ്നിദേവൻ അനുഗ്രഹിച്ച് നൽകിയ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് തൽക്ഷണം ഞാൻ അതിശക്തമായ ഒരു പാലം നിർമ്മിക്കാം. പരീക്ഷിച്ചു നോക്കൂ. അഥവാ പരാജയപ്പെട്ടാൽ ആ നിമിഷം ഞാൻ അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മാഹുതി ചെയ്യുമെന്ന് സത്യം ചെയ്യുന്നു. ഇല്ല, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ശരി, ഇപ്പോൾ ഒന്നുകൂടെ പരീക്ഷിച്ചു നോക്കൂ. ആകട്ടെ, ഞാൻ പരീക്ഷിച്ചു നോക്കാം. എന്തിനാ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത്? ഈ മത്സരത്തിന് സാക്ഷികൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് സ്വീകരിക്കാനാവില്ല. നീ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണോ? എന്റെ പ്രാണരക്ഷയ്ക്കായി നീ ശ്രമിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. വാനരന്റെ കാരണത്താലാണ് പാലം മുടഞ്ഞത് എന്നതിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് വീണ്ടും ശ്രമിച്ചു നോക്കൂ. ഞാൻ മധ്യസ്ഥനായിരുന്ന വിധി പ്രസ്താവിക്കാം. നല്ല തീരുമാനം.
എന്ത് സംഭവിച്ചു? എന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടുകയാണ്. പണ്ട് സീതാദേവിയെ അന്വേഷിക്കാനായി ഞാൻ എടുത്ത വിശ്വരൂപം ഇപ്പോൾ വീണ്ടും എടുക്കേണ്ടതായി വന്നിരിക്കുന്നു. ഈ പാലത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മഹാവിഷ്ണുവിന് മാത്രമേ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവൂ. അങ്ങനെയെങ്കിൽ ഈ ബാലൻ മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. ഭഗവാൻ എന്നെ വിഡ്ഢിയാക്കി മാറ്റിയല്ലോ. മാറുവേഷത്തിൽ വന്ന ബാലൻ എന്റെ ദേവൻ വിഷ്ണുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, നാം നിങ്ങൾ രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഹനുമാൻ, അർജുന, നിങ്ങൾ രണ്ടുപേർക്കും തങ്ങളുടെ ശക്തിയെക്കുറിച്ച് അഹംഭാവമുണ്ടായിരുന്നു. അതിനെ മാറ്റാനാണ് നാം ഈ നാടകം നടത്തിയത്. അങ്ങനെയാണ് അർജുനന്റെ കൊടിയിൽ ഹനുമാൻ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. ചതുരംഗക്കളിയിൽ തോറ്റുപോയതിനു ശേഷം പാണ്ഡവർ കാമ്യകാ കാട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു, ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് ദിവ്യായുധങ്ങൾ വാങ്ങിവരൂ എന്ന്. ജ്യേഷ്ഠന്റെ വാക്കുകൾ അനുസരിച്ച് അർജുനൻ തന്റെ സഹോദരങ്ങളെയും ഭാര്യ പാഞ്ചാലിയെയും വിട്ടുപിരിഞ്ഞ് യാത്രയായി. മകനെ, നീ എവിടേക്കാണ്? ഇത് മുനികളുടെ വാസസ്ഥലമാണ്. ഇവിടെ ആയുധങ്ങളും ചുമന്നുകൊണ്ട് നടക്കാൻ പാടില്ല. പ്രണാമം മഹർഷേ. ഞാൻ അർജുനനാണ്, പുരുവംശത്തിലെ പാണ്ഡുവിന്റെ മകൻ. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ആയുധങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടവയാണ്. ദിവ്യായുധങ്ങൾ നേടാനായിട്ടാണ് എന്റെ ഈ യാത്ര. നാം ഇന്ദ്രൻ, ദേവലോകത്തിന്റെ അധിപൻ. നിന്റെ ധൈര്യത്തെ നാം ബഹുമാനിക്കുന്നു. നിനക്കെന്തിനാണ് മകനെ ഇത്രയും അധികം ആയുധങ്ങൾ? കൗരവർ ഞങ്ങളെ അവഹേളിച്ചിരിക്കുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കേണ്ടതാണ്. അതിനായി ഞങ്ങൾക്ക് ദിവ്യായുധങ്ങൾ ആവശ്യമുണ്ട്. വളരെ നല്ലത്. നീ ശിവനെ ധ്യാനിച്ച് ഘോര തപസ് അനുഷ്ഠിക്കണം. അദ്ദേഹം പ്രസാദിച്ചാൽ നിനക്ക് പാശുപതാസ്ത്രം വരമായി ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി ആയുധങ്ങളൊക്കെ താനേ വന്നുകൊള്ളും. അർജുനൻ കൈലാസ പർവ്വതത്തിൽ ഒറ്റക്കാലിൽ നിന്ന് 4 മാസം ഘോര തപസ് അനുഷ്ഠിച്ചു. അത് കണ്ട് ഭഗവാൻ ശിവൻ പ്രസന്നനായി. പക്ഷേ അദ്ദേഹം അർജുനന്റെ ധൈര്യത്തെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഇത് എന്റെ ഇരയാണ്. നീ എന്തിനിതിനെ വേട്ടയാടി? വേട്ട നിയമങ്ങൾ നിനക്കറിയില്ലേ? ആരാണ് നീ? ഞാൻ അർജുനനാണ്. എന്റെ സ്വയരക്ഷയ്ക്കാണ് ഞാൻ അതിനെ നേരിട്ടത്. നീ സ്വയരക്ഷയ്ക്ക് അമ്പെയ്തത് മഹാ അപരാധമാണ്. സ്വയരക്ഷയ്ക്കായി അമ്പെയ്യരുതെന്ന് എവിടെയാണ് നിയമമുള്ളത്?
അർജുന, ഞാൻ നിന്റെ ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കുകയായിരുന്നു. നീ ധൈര്യശാലിയാണ്. ഞാൻ നിന്നിൽ പ്രസാദിച്ച് നീ ആഗ്രഹിച്ച പാശുപതാസ്ത്രം തന്ന് അനുഗ്രഹിക്കുന്നു. അർജുന, പാശുപതാസ്ത്രം വളരെ ശക്തിയേറിയ ഒരു ആയുധമാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇതിന് കഴിയും. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇത് പ്രയോഗിക്കാവൂ. അസ്ത്രത്തിന്റെ ശക്തി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഭഗവാൻ നൽകിയ ഈ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് കൗരവരെ പാണ്ഡവർ തോൽപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 9-ാം ദിവസം ഭീഷ്മർ പാണ്ഡവരുടെ നേർക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അർജുന, നീ മുമ്പത്തെ പോലെ നന്നായി യുദ്ധം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഭീഷ്മരെ തോൽപ്പിക്കാതെ നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാനാവില്ല. കൃഷ്ണ, എന്റെ പിതാമഹന്മാരോട് എതിരിടാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ ശിക്ഷണത്തിൽ വളർന്നവനാണ് ഞാൻ. അവരോട് യുദ്ധം ചെയ്യുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അർജുന, നീ ഒരു സത്യം മനസ്സിലാക്കണം. യുദ്ധക്കളത്തിൽ യാതൊരു വ്യക്തിപരമായ വികാരങ്ങൾക്കും സ്ഥാനമില്ല. നീ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ നിന്റെ കടമ നിർവഹിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. നാളെ ഞാൻ എന്റെ പിതാമഹനോട് യുദ്ധം ചെയ്യാം. നോക്കൂ, അർജുനന്റെ അസ്ത്രങ്ങൾ ഭീഷ്മ പിതാമഹന്റെ ശരീരം മുഴുവൻ തറച്ചു കഴിഞ്ഞു. അതാ നോക്കൂ, ഭീഷ്മർ രഥത്തിൽ നിന്നും താഴെ വീണു. ഇപ്പോൾ ശരശയ്യയിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ അന്ത്യവും കാത്ത്. മക്കളെ, എന്റെ മരണത്തിന്റെ സമയം നിർണയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. സൂര്യൻ വടക്ക് ദിക്ക് നോക്കി തിരിയുമ്പോൾ എന്റെ മരണം സംഭവിക്കും. അതുവരെ ഞാൻ ഈ ശരശയ്യയിൽ കിടക്കും. അർജുന, നിന്റെ സഹായമുണ്ടെങ്കിൽ എന്റെ തല ഒരു നല്ല നിലയിൽ വെക്കാൻ കഴിയും. ഇതാ ഒരു മഹാനായ യുദ്ധവീരനു വേണ്ടിയുള്ള സഹായം. എനിക്ക് വല്ലാതെ ദാഹം തോന്നുന്നു. അല്പം ജലം തരാമോ? ഇതാ, ഈ ഫലങ്ങളും ജലവും അങ്ങ് ഭക്ഷിച്ചാലും. മകനെ, എനിക്ക് ലൗകികമായ ഒരു ആഗ്രഹങ്ങളുമില്ല. എനിക്ക് രുചിയിൽ പ്രതിപത്തിയില്ല. അർജുന, നീ എന്നെ സഹായിക്കാമോ? ഇതാ, ദാഹം തീർത്തുകൊള്ളൂ. മകനെ അർജുന, ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. എനിക്ക് ദാഹശമനത്തിനായി സാക്ഷാൽ ഗംഗാജലം തന്നതിന് നന്ദി. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താലാണ്. ദുര്യോധന, നീ എനിക്ക് പ്രിയങ്കരനാണ്. യുദ്ധം നിർത്തിയിട്ട് പാണ്ഡവരുമായി സന്ധി ഉണ്ടാക്കൂ. അല്ലെങ്കിൽ നിന്റെ വംശം നിലനിൽക്കില്ല.
പരാജയത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്ക്. ഹസ്തിനാപുരി രാജകുമാരന്മാരുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലം കഴിഞ്ഞു. അവരുടെ ഗുരുവായ ദ്രോണാചാര്യർ കുമാരന്മാരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സഭാവാസികളെ, ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരുടെ ശസ്ത്രവിദ്യാ പ്രകടനത്തിന് നാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കൂ. യുദ്ധം ആരംഭിക്കൂ. മഞ്ഞ നിറ മത്സ്യത്തെ വീഴ്ത്തൂ. നീല നിറ മത്സ്യത്തെ വീഴ്ത്തൂ. പച്ച നിറ മത്സ്യത്തെ വീഴ്ത്തൂ. യുദ്ധം ആരംഭിക്കൂ. യുദ്ധം ആരംഭിക്കട്ടെ. അർജുനന്റെ അസ്ത്രവിദ്യയുടെ കഴിവിൽ ദ്രോണരും ഭീഷ്മരും അത്യധികം സന്തോഷിച്ചു. ദ്രോണർ ആഹ്ലാദത്തോടെ സഭയിൽ പ്രഖ്യാപിച്ചു, എന്റെ ശിഷ്യന്മാരെ വെല്ലാൻ ആരും തന്നെയില്ല. കൗരവരും പാണ്ഡവരും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ദ്രോണർക്ക് ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് അദ്ദേഹത്തോട് അവർ ചോദിച്ചു. എനിക്ക് ഗുരുദക്ഷിണയായി പാഞ്ചാല രാജാവായ ദ്രുപദനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരണം. കൗരവരും പാണ്ഡവരും അവരവരുടെ വഴിയിൽ ദ്രുപദനെ ഏറ്റുമുട്ടാൻ തയ്യാറായിപ്പോയി. മഹാരാജൻ, കൗരവരുടെ പക്കൽ നിന്ന് ഒരു സന്ദേശമുണ്ട്. എന്താണെന്ന് വായിക്കൂ. ഞങ്ങൾ നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിവരം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. കൗരവർ നമ്മോട് ഏറ്റുമുട്ടാനുള്ള ഒരു കാരണവുമില്ല. നമുക്കവരോട് ഒരു ശത്രുതയുമില്ലല്ലോ. ഈ യുദ്ധത്തിൽ നാം ജയിച്ചു. മഹാരാജൻ, പാണ്ഡവരുടെ പക്കൽ നിന്നൊരു സന്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, വായിക്കൂ. പാണ്ഡവരായ ഞങ്ങൾ നിങ്ങളുമായി യുദ്ധത്തിനൊരുങ്ങുന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. ആ കൗരവരെ തോൽപ്പിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. ഇപ്പോൾ പാണ്ഡവർ നമുക്കെതിരായി യുദ്ധം ചെയ്യുകയാണ്. നമുക്ക് പാണ്ഡവരോട് ധൈര്യസമേതം പോരാടാം.
പാണ്ഡവർ ദ്രുപദനെ ജീവനോടെ പിടിച്ചുകെട്ടി ദ്രോണരുടെ മുമ്പിൽ നിർത്തി. നന്ദി ശിഷ്യന്മാരെ. ഈ പാണ്ഡവർ നിന്നെ പിടിച്ചുകൊണ്ടുവന്നത് എന്റെ നിർദ്ദേശമനുസരിച്ചാണ്. ദ്രുപദരാജൻ, നീ എന്നെ അധിക്ഷേപിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ദ്രോണരെ, ഞാൻ താങ്കളോട് ചെയ്ത കുറ്റത്തിന് മാപ്പ് ചോദിക്കുകയാണ്. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കണം. ദ്രോണനും ദ്രുപദനും ഒന്നു ചേർന്നെങ്കിലും ദ്രുപദന്റെ മനസ്സിൽ മാത്രം പക നിറഞ്ഞിരുന്നു. ഞാൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദ്രോണർക്ക് പ്രതികാരം ചെയ്യാൻ ഒരു മകനെയും അർജുനനെ കൈക്കലാക്കാൻ ഒരു മകളെയും വരമായി ആവശ്യപ്പെടും. ദ്രുപദൻ ചഞ്ചല മനസ്സുമായി കാമ്പില്യ എന്ന സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. പാഞ്ചാല രാജാവാണ് ദ്രുപദൻ. അദ്ദേഹത്തിന് സുന്ദരിയായ ദ്രൗപദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളും ദുഷ്ടദ്യുമനൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകനുമുണ്ടായിരുന്നു. ദ്രുപദ രാജാവ് തന്റെ മകളുടെ സ്വയംവരം നിശ്ചയിച്ചു. മഹാന്മാരും കഴിവുള്ളവരുമായ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി. അവരിൽ നിന്നും തന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട വരനെ അവൾ തന്നെ തിരഞ്ഞെടുത്ത് മാലയണിയിക്കുന്നതാണ് എന്ന് തീരുമാനിച്ചു. ഈ സമ്പ്രദായം പോരാത്തതിന് ഒരു മത്സരവും കൂടി നടത്താൻ ആഗ്രഹിച്ചു. ഒരു വലിയ സദസ്സിന്റെ നടുവിൽ ചുഴലുന്ന ഒരു കമ്പത്തിന്റെ മുകളിൽ ഒരു മത്സ്യം കെട്ടിയിടപ്പെട്ടിരുന്നു. അതിന് താഴെയായി ഒരു വലിയ പാത്രത്തിൽ വെള്ളവും. മത്സ്യത്തിന്റെ വെള്ളത്തിൽ കാണുന്ന നിഴലിലേക്ക് ഉന്നം വെച്ച് അതിന്റെ കണ്ണിലേക്ക് അമ്പെയ്യണമെന്നതാണ് മത്സരം. ഏകചക്ര ഗ്രാമത്തിലുണ്ടായിരുന്ന പാണ്ഡവരും ബ്രാഹ്മണ വേഷത്തിൽ ഇതിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. എല്ലാവർക്കും സ്വാഗതം. എന്റെ മകളുടെ സ്വയംവരത്തിനും ഈ മത്സരത്തിനും നിങ്ങളൊക്കെ പങ്കെടുക്കാൻ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ കമ്പത്തിൽ കാണുന്ന മത്സ്യത്തിന്റെ കണ്ണിൽ അമ്പെയ്യുന്നവന് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മഹാരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് മത്സരം ആരംഭിക്കുകയാണ്. ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കാൻ കലിംഗ മഹാരാജാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മഗധ രാജാവിന്റെ ഊഴമാണ്. അടുത്തതായി മഹാരാജൻ ജരാസന്ധനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പങ്കെടുക്കുന്നത് അംഗരാജ്യത്തിലെ മഹാരാജൻ കർണനാണ്. നിൽക്കൂ അംഗ മഹാരാജാവേ, ഒരു തേരാളിയുടെ മകനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അടുത്തതായി ഹസ്തിനപുരത്തിലെ രാജകുമാരനും ധൃതരാഷ്ട്രരുടെ മൂത്ത പുത്രനുമായ ദുര്യോധനനെ മത്സരത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ദുര്യോധനൻ മത്സ്യത്തെ വീഴ്ത്തി ദ്രൗപദി അദ്ദേഹത്തെ സ്വീകരിക്കും. അത് ശരിയല്ല. അദ്ദേഹം മത്സ്യത്തിന്റെ കണ്ണിൽ എഴുതിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വിജയിയല്ല. പക്ഷേ അദ്ദേഹം മത്സ്യത്തിന്റെ മേൽ അമ്പെയ്തു. അങ്ങ് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ അതിന്റെ കണ്ണിൽ തന്നെ അമ്പെയ്ത് വീഴ്ത്താം. ഒരു ബ്രാഹ്മണൻ വില്ലാളി വീരനാണോ? ശരി, നിന്റെ കഴിവ് പ്രയോഗിക്കാൻ ഒരു അവസരം തരാം. മഹാരാജൻ, ഞങ്ങൾ അങ്ങയുടെ പുത്രിയോടൊപ്പം ഇവിടുന്ന് വിടകൊള്ളട്ടെ. ആജ്ഞ നൽകിയാൽ. ദയവായി നമ്മുടെ രാജധാനിയിൽ നിങ്ങൾ കുറെ നാൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷമിക്കണം മഹാരാജൻ, ഞങ്ങളുടെ മാതാവ് ഗൃഹത്തിൽ തനിച്ചാണ്. ആയതിനാൽ ഞങ്ങൾക്കുടനെ പുറപ്പെടണം. നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. എന്റെ മകളെ നമ്മുടെ രാജകീയ ആചാരത്തോടും സമ്മാനത്തോടും കൂടി അയക്കാം. നിങ്ങൾ സ്വീകരിച്ചാലും. ദയവ് ചെയ്ത് അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് രാജകീയമായ അകമ്പടിയോ
അവിടുത്തെ സമ്മാനങ്ങളോ ആവശ്യമില്ല. നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ കഴിയുന്നതും വേഗം നിങ്ങളുടെ അമ്മയും കൂട്ടി ഈ രാജധാനിയിൽ വന്ന് താമസിക്കണം. അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് ഭിക്ഷയായി കിട്ടിയത് എന്താണെന്ന് നോക്കൂ. നിങ്ങൾ കൊണ്ടുവന്നത് എന്തായാലും അത് 5 പേരും സമമായി ഭാഗിച്ചെടുക്കുക. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ കാണിച്ചത് എന്തൊരു വികൃതമായി പോയി. ഇനി ഇതെങ്ങനെയാണ് തിരുത്തുക? കുന്തി, വ്യാകുലപ്പെടേണ്ട. ദ്രൗപദി പൂർവ്വജന്മത്തിൽ ശിവഭക്തയായിരുന്നു. അപ്പോൾ ശിവഭഗവാനോട് അവൾ ആവശ്യപ്പെട്ട വരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ദ്രൗപദി പഞ്ചപാണ്ഡവരുടെ പത്നിയായത്.